നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. LJP ബ്രില്യൻസുമായിട്ടാണ്. LJP നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് കൊണ്ട് മലൈക്കോട്ടെ ബാലുവൻ എൻ്റെ പരാജയത്തിനെ ന്യായീകരിക്കാൻ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന വിഡ്ഢിത്തരങ്ങൾ, മണ്ടത്തരങ്ങൾ മാത്രമല്ല, അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ആ പ്രസ് മീറ്റിൽ പറഞ്ഞു. ഇപ്പം നമ്മളത് കേട്ട് നോക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സിനിമ, സ്വന്തം ഒരു സിനിമ പരാജയപ്പെടുമ്പം ഇദ്ദേഹം ബാക്കിയുള്ള സിനിമകളെ കുറ്റം പറയുകയും എന്നാൽ അതുതന്നെ സ്വന്തം സിനിമയിൽ ചെയ്തിട്ടുള്ള ആളുമാണ്. കാരണം ഇന്നലത്തെ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. സിമ്പിളല്ല, പക്ഷെ കളിയാക്കി പറഞ്ഞൊരു കാര്യമാണ്. ചുറ്റിക കൊണ്ട് അടിച്ച് കൊല്ലുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് കേട്ടിട്ട് അദ്ദേഹം പറയുന്നതിന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. ഞാൻ പറയുന്നത് ചിറ്റി വെച്ച് മറ്റേ തലയൂട്ടി അടിച്ചു തകർക്കുന്ന ഹീറോ അല്ല നമുക്ക് വേണ്ടത്. ഒരു തർക്കമില്ല അതിനകത്ത്. അതായത് എത്ര പേരെ കൊന്നു കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തിയും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അത് ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹേറ്റഡ് ആൾക്കാർ, അതായത് ചുറ്റിയ കൊണ്ട് അടിച്ചു കൊല്ലുന്നത് ശരിയായ രീതിയിൽ അതൊരു ഹേറ്റഡ് ഇതാണ്. ചുറ്റിയ നടത്തുന്ന ഫാക്ടറി ആണെന്നാണ് പറയുന്നത്. ഇത് ഉദ്ദേശിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് നമുക്ക് കണ്ണുപൂട്ടി പറയാം. പണ്ട് മുതലേ ചുറ്റിയ കൊണ്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്, നമുക്ക് ഓർക്കുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതൊക്കെയാണ്? KGF ക്യാഷ് ഉപയോഗിക്കുന്നത്, എന്താ കഥ ഉപയോഗിക്കും, ചുറ്റി ഉപയോഗിച്ച് കൊല്ലുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ആ സിനിമ ബ്ലോക്ക് ബസ്റ്ററാണ്. ആ സിനിമ നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. സത്യമല്ലേ? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തേ, അതിനകത്ത് കണക്റ്റഡ് ആണ് ആ സിനിമ നമ്മളുമായിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്താലും, യാഷ് എന്ന് പറഞ്ഞ കഥാപാത്രം എന്ത് ചെയ്താലും, KGF എന്ത് ചെയ്താലും, ഈ പറഞ്ഞ പോലെ യാഷ് എന്ത് ചെയ്താലും നമുക്കൊരു പ്രശ്നമേ അല്ല. കാരണം ചുറ്റി അടിച്ചോ കുഴപ്പമില്ല, നമ്മളതിനെ എല്ലാ ഇതും കൊടുത്തേ. കാരണം നമ്മൾ ആ സിനിമയിൽ ഇൻവോൾവ് ചെയ്താണത് കാണുന്നത്. നമുക്ക് പ്രശ്നമില്ല, ആ സിനിമ ബ്ലോക്ക് ബസ്റ്ററായി. പിന്നെ ലിയോയെ കുറിച്ചും പറയുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലൂടെ ബ്ലഡ് ചിന്തിക്കൊണ്ട് പോകുന്ന വിജയുടെ സിനിമ, അതും അത്യാവശ്യം നല്ലപോലെ കളക്ട് ചെയ്ത സിനിമയാണ്. സലാറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. സലാറും അത്യാവശ്യം നല്ലപോലെ 500 കോടിയോ 400 കോടിയോ അങ്ങോട്ട് കളക്ട് ചെയ്ത സിനിമയാണ്. ഈ 3 സിനിമകളും നല്ലപോലെ കളക്ട് ചെയ്തു. അതിനകത്ത് 2 സിനിമകൾ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ്. ഒന്ന് KGF-ഉം 2 ലിയോയും. ഈ സിനിമകളെ കളിയാക്കി പറയുമ്പം ഇദ്ദേഹം ഇങ്ങനെ പറയാൻ അർഹനാണോ? ഒരിക്കലും ഒരു സമയത്ത് ഇങ്ങനെ പറയാൻ പാടില്ല, അത് വേറെ കാര്യം. ഇനി ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ അന്തക്കാലം ഫസ്റ്റ് സിനിമ LJP മാജിക്, LJP ബ്രില്യൻസിൻ്റെ ഫസ്റ്റ് പടം ഏതായിരുന്നു? നായകനാണ്. ഇന്ദ്രജിത്തിനെ നായകനാക്കിയുള്ള നായകനായിരുന്നു. ആ അദ്ദേഹം അതിനകത്ത് ഈ കാണിച്ചു വെച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ. ഓക്കെ, ചുറ്റികയാണ്. 10 കൊല്ലം മുമ്പ് കാണുമായിരിക്കും നായകൻ, കൃത്യം വർഷം ഞാൻ ഓർക്കുന്നില്ല. അന്ന് ചുറ്റിക ഫാക്ടറിയുടെ മുതലാളിയായിരുന്നു നമ്മുടെ LJP ആണ്. അന്ന് ഒറ്റയ്ക്ക് അടിച്ച് കൊല്ലുകയാണ്. ഈ പറയുന്ന അദ്ദേഹം ഇങ്ങനെ കുറ്റം പറയാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഒരു സ്വന്തം സിനിമ LJP ഒരിക്കലും യഥാർത്ഥത്തിൽ ഇന്നലെ പ്രസ് മീറ്റിൽ വരാൻ പോലും, പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ടെന്നൊക്കെ വ്യക്തിപരമായോ, എന്നാലും അദ്ദേഹം നമ്മൾ മലയാളികൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം LJP അങ്ങനെ പറയും, നോ പ്ലാൻസ് ടു ചേഞ്ചും നോ പ്ലാൻ ടു ഇംപ്രസ് ചെയ്യാനും പ്ലാൻസ് ചേഞ്ച് ചെയ്യാനും ആഗ്രഹിക്കാത്ത ആള് എന്തിനാണ് പിന്നെ വന്നിട്ട് 28 ദിവസമേ ഉള്ളൂ ഇനി ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കണ്ടാലേ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് കാണുന്നവരല്ല. പിന്നെ ബാക്കിയുള്ള സിനിമകളെ കുറ്റം പറയുന്ന രീതി, പ്രേക്ഷക സ്വാതന്ത്ര്യമാണ്. ഒരു സിനിമ ഇഷ്ടപ്പെടുക, അത് കണക്റ്റായി കഴിയുക, അതൊക്കെ പ്രേക്ഷകൻ്റെ ഇഷ്ടമാണ്. പലപ്പോഴും നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഈ സമീപകാലത്തുള്ള സിനിമകളിൽ ഏറ്റവും സിമ്പിൾ വലിയ സിനിമ RDX ബോക്സ് ഓഫീസ് ഹിറ്റായ ഒരു സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് ഒരു ചെറിയ സീനുണ്ട്, ഇങ്ങനെ മാല ഇങ്ങനെ പിടിച്ച വില്ലന്മാരെടുക്കുന്നത്. അവിടെ മുതൽ ആ സിനിമയുടെ കുതിപ്പായി. അവിടെ മുതലും സിനിമയും കാണുന്ന പ്രേക്ഷകനും തമ്മിൽ കണക്റ്റഡാണ്. ഞാൻ വാക്കുപയോഗിക്കുന്ന കണക്റ്റഡ് എന്ന് പറയുന്നത് അവിടെ ഇമോഷണലി അവിടെ ഇതായി. അവിടെ മുതൽ നമുക്ക് അവന്മാരെ കൊല വിളിക്കണമെന്ന് തോന്നും.
അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് ആ LJPക്ക് ഈ മലയക്കോട്ടെ വാല്യൂമിൽ അത് സാധിക്കാത്തതിന് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇനിയും ഇങ്ങനെയുള്ള വിവരക്കേടും മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് LJP ദയവ് ചെയ്ത് വരാതിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ അണിയറ പ്രവർത്തകർ വരാതിരിക്കുക. കാരണം അത് വീണ്ടും വീണ്ടും ദോഷമായിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇദ്ദേഹം ചെയ്യേണ്ടത് അടുത്തൊരു ഗംഭീരമായൊരു സിനിമയിലൂടെ തിരിച്ചു വരിക. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ ചുരുളി എന്ന് പറഞ്ഞ മലയാള സിനിമ നമ്മളെല്ലാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ അത് നമുക്കൊരു കുട്ടികളോടൊപ്പം കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഇദ്ദേഹം ഇത്രയൊക്കെ ബ്രില്യൻസ് പറയുന്ന ഒരാൾ ഫുള്ള് തെറിയാണ്. ഒരു സിറ്റുവേഷനിൽ തെറി തുടങ്ങിയിട്ട് തെറിയുടെ അഭിഷേകമാണ് ആ സിനിമ പലരുടെയും പേഴ്സണൽ ഫേവറേറ്റുകളാണ്. അതിനകത്ത് ക്ലൈമാക്സ് ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, നമ്മൾ കണ്ടത് നമ്മുടെ ഇഷ്ടമാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഇത് LJPക്കൊരു നമ്മളൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതൊരു സ്ഥാനം മാത്രമാണ്, മഹനീയ സ്ഥാനമൊന്നുമല്ല. അത് അദ്ദേഹം നന്നായി നല്ല സിനിമകളെടുത്ത് വീണ്ടും വീണ്ടും കഴിവ് തെളിച്ച് വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എല്ലാ പ്രേക്ഷകരും അദ്ദേഹത്തിനെ കൈയടിച്ച് വരവേക്കും. അല്ലാതെ ഇന്ന സിനിമകൾ കാണരുത്, ഇങ്ങനെയുള്ള ചുറ്റിക എടുക്കരുത്, വാളെടുക്കരുത്, ഇടിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ കൂട്ടി ഞാൻ പറയുന്ന പോലെ ഇടിക്കണം, സ്ലോ മോഷനിൽ ഇടിക്കണം, ഇങ്ങനെയൊന്നും പറയാൻ ആർക്കും അവകാശങ്ങളില്ല. അന്നേരം അതെല്ലാം ശ്രദ്ധിച്ച് വേണം പറയാൻ. പ്രേക്ഷകനാണ് ആത്യന്തികം ഏത് സിനിമയും വിലയിരുത്തുന്നത്, അതിൻ്റെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകന് സ്വാതന്ത്ര്യമുണ്ട്. കാരണം പൈസ കൊടുത്താണ് സിനിമ കാണുന്നത്, അതിന് മൂല്യമുണ്ട്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും പക്കല ബാബായ്.